നോക്കിക്കോ, നല്ല കോടമഞ്ഞാട്ടോ ഇവിടെ. പിന്നിലൊക്കെ നല്ല നോക്ക് അങ്ങനെ നോക്ക്. നേരം 2:45 2:45 3 മണി ആയിട്ടില്ല. അതിന് മുന്നേ കോടമഞ്ഞ് ഇങ്ങനെ കേറി വരും കേട്ടോ. ഇതിനി ഇനി അങ്ങോട്ട് മുന്നിലായിരിക്കും. നല്ല രസട്ടോ, നല്ല മഞ്ഞ. താമരശ്ശേരി ചുരം കേട്ടോ. വയനാട് കഴിഞ്ഞു, കോഴിക്കോട്, കോഴിക്കോട്, അവിടുന്ന് മലപ്പുറം, അവിടുന്ന് പാലക്കാട്. കോഴിക്കോട് പോണില്ല. കോഴിക്കോട് ജില്ലയാണിത്. മുക്കത്തുനിന്ന് നേരെ ഇടത്തോട്ട് വെച്ച് മലപ്പുറം വഴിക്ക് പോകും. കോഴിക്കോട് ടൗണിലേക്ക് പോണില്ല കേട്ടോ. തമിഴ്നാട്ടിലായിരുന്നില്ലേ നമ്മള്? അവിടുന്ന് തിരിഞ്ഞിട്ട് പാലക്കാട് കയറാൻ. പാലക്കാട് പോണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം. അവിടുന്ന് സ്വാമിമലയിന്ന് നേരെ അവിടുന്ന് ഊട്ടിക്ക് പോകണം. ഊട്ടിയിൽ നിന്ന് അങ്ങ് തെക്കോട്ട് കൂനൂർക്ക് ഇറങ്ങണം. കൂനൂർ, മേട്ടുപ്പാളയം, പാലക്കാട് അങ്ങോട്ട് പോയാൽ പോവാം. നമ്മൾ അങ്ങോട്ടല്ലോ പോയേ, വയനാട്ടിലേക്ക് അങ്ങോട്ടല്ലേ വന്നേ. വടക്ക് വശത്തേക്കല്ലേ വന്നേ. തെക്ക് വശത്തേക്ക് പോയാ ഇവിടെ ലൈറ്റ്. ഓ തണുപ്പ്, തണുത്ത കാറ്റ്. ഗോസ്ലോ ഇവിടെയൊക്കെ ഗ്ലോസ്ലോ ആണ്. KSRTC ഒക്കെ ഉണ്ട്. മലബാരീസ് ഉണ്ട്. കൊരങ്ങന്മാർക്ക് തണുപ്പൊന്നുമില്ലേ? വണ്ടിയുടെ ഉള്ളിൽ മൊത്തം കുടഞ്ഞ്. നമ്മളിപ്പോ ഇവിടെ കൂടെ മലമ്പൂര് വഴിയാ പോണ വിചാരിക്ക. നിലമ്പൂര് വഴിയാ വിചാരിക്ക. അപ്പൊ നമ്മളിപ്പത്തേക്ക് അവിടെ എത്തിണ്ടാവൂ. നിലമ്പൂര് വഴിക്കാ പോണെച്ചാ എത്തിണ്ടാവില്ല. അപ്പൊ നമ്മള് പെരുന്തൽമണ്ണയ്ക്ക് എത്തില്ല. ഇന്നലെ വരുമ്പോ പട്ടാമ്പി പെരുന്തൽമണ്ണ വഴിക്കല്ലേ വന്നേ. ആ പെരുന്തൽമണ്ണയ്ക്ക് എത്തിണ്ടാവും. നമ്മളവിടുന്ന് ആ സ്കൂളിന്റെ അവിടുന്നല്ലേ ഇതിന്റെ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ നാടുകാണി പോവും. നാടുകാണിക്ക് അവിടുന്ന് 1/2 മണിക്കൂർ വേണം. അവിടുന്ന് നാടുകാണി ചുര ഇറങ്ങാനും 1.5-3 മണിക്കൂർ വേണം. അപ്പോൾ 11 മണിക്ക് നമ്മൾ പോയിന്നെങ്കിൽ 12:30 ആകുമ്പോഴേക്കും നമ്മൾ നാടുകാണി ചുര ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ടാവും, നിലമ്പൂർ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ എത്രയായി? 3 മണിയായില്ലേ? 2.5 മണിക്കൂർ കൂടിയായി. നമ്മൾ ഏകദേശം പട്ടാമ്പി എത്താറായിട്ടുണ്ടാവും. എന്താ ചെയ്യുക?
കൊരങ്ങന്മാരെ തൊഴിഞ്ഞു കൊരങ്ങ കുറച്ച് ഇരുട്ട് നോക്കാപ്പോ യാത്ര 6 മണിയായ പോലില്ലേ സൂര്യന് മൂടിയിട്ടാണ് ഇതൊക്കെ ഇപ്പഴന്നെ കാണാൻ പറ്റുള്ളൂ അപ്പൂട്ടന്റെ സങ്കടമൊക്കെ അച്ഛന് മനസ്സിലാവൂട്ടാ പൂട്ടാ ഇന്നിപ്പോ എത്രയാ 13-ാം തീയതിയാ ഇതല്ലേ അതിണ്ടാവുള്ളൂ തീയതി ഇനിയും 21-ാം തീയതി വായനയ്ക്ക് പോവാൻ അത് കഴിഞ്ഞ് വന്നിട്ട് വേണം അച്ഛൻ്റെ എന്തെങ്കിലും ഉണ്ടാവും 28-ാം തീയതിയിലേക്ക് എത്തണം എന്തെങ്കിലും ഉണ്ടാവും ഏത് 28-ാം തീയതി അത് 21-ാം തീയതി വായനയ്ക്ക് പോയാ അത് കഴിഞ്ഞിട്ടുണ്ടോ 28-ാം അച്ഛൻ ബോംബെക്ക് പോവല്ലോ ബോംബെക്കല്ല ഇപ്പൊ ഒരു തിരുവൂർക്കൊരു വായനയ്ക്ക് പോണ്ടേ ഇപ്പൊ ഈ തിങ്കളാഴ്ച ഞാൻ ഇവിടേക്ക് പോട്ടാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും തൃശ്ശൂർ പാറമേക്കാവിലൊരു പ്രഭാഷണം ഒന്നും കാര്യം കിട്ടില്ല ഭക്ഷണം കഴിക്കാന്ന് മാത്രമേ അധികം നേരം നടന്നില്ല അങ്ങനെയാണ് എൻ്റെ രീതി ചെവി അടഞ്ഞില്ലല്ലോ ഇല്ലേ അച്ഛൻ്റെ അടഞ്ഞു ഒരിക്കൽ ഇപ്പൊ അടഞ്ഞിട്ടില്ല അടഞ്ഞിട്ടില്ല ഉമിനീര് ഇറക്കില്ലേ നമ്മള് വായില് വെള്ളം ഇങ്ങനെ ഇറക്കില്ലേ അതുപോലെ ഇറക്കിയാതാണ് തുറക്കും എന്റെ തുറക്കണില്ലല്ലോ ഇപ്പൊ എന്റെ ചെവി അടഞ്ഞു കഴിഞ്ഞു വേഗം മുകളിലേക്ക് ആരും വരുന്നില്ല അപ്പോൾ എല്ലാവരും കരുപ്പട്ട് മാത്രമാണല്ലോ എന്താ പറയുക ബ്ലോക്കും വന്ന് പറ്റണ്ട അതാ കിടന്നു അതല്ല മുകളിലേക്ക് ആരും വരുന്നില്ല കുറെ നേരം ഒന്നുകൂടി വണ്ടി മുന്നോട്ടെടുക്കേണ്ടതാണ് കുറെ നേരമായിട്ട് മുകളിലേക്ക് ആരും വരില്ല താഴത്തേക്ക് മാത്രമേ ഉള്ളൂ അത് കണ്ട സംശയം തോന്നില്ലേ ആ ഒരു ബൈക്ക് ബസ് വന്നത് അത് കാരണമാണോ അവിടെ ബ്ലോക്ക് ആയേ എവിടെയോ ബ്ലോക്ക് ആയിണ്ട് എന്തോ പറ്റിയുണ്ട് മാനന്തവാടി ബസ് എവിടെ എന്തോ പറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് വണ്ടിയൊന്നും പറഞ്ഞ കാണാല്ലേ കുറെ നേരമായി വയനാട് വയലുണ്ടല്ലേ എട്ടാമത്തെ ഹെയർ പിന്നായി 9 ഹെയർ പിന്നല്ലേ ഒരെണ്ണം കഴിഞ്ഞല്ലോ നേരത്തെ ഇനി ഇത് ചെറിയ വളവുകൾ
കഴിയാറായോ? ഏ പിന്നെ 7 കഴിയാറായി. 8ഉം 7ഉം കഴിഞ്ഞില്ലേ? അല്ല 7 കഴിയാറായോ? 7 കഴിഞ്ഞു. 7 കഴിഞ്ഞു. അപ്പൊ ഇത് 6 ആണോ? നീ 6ലേക്കാ പോണേ? 6ലേക്കാണ് പോണത്. ഞാൻ 7 കഴിഞ്ഞു ചോദിച്ചു. ഹെയർ പിൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബ്ലെൻഡാണ്. പിന്നെ ഇങ്ങനെ കുറേ ദൂരം അങ്ങനെ പോകും. കഴിഞ്ഞ അടുത്ത സേഫ്റ്റി പിന്ന് വല്ല വളഞ്ഞിരിക്കുന്നത്. രസമുണ്ട്. പിന്നെ താഴെ ചെന്നുള്ള വീഡിയോസ് കാണാം.